മലയാറ്റൂരിൽ ബിരുദ വിദ്യാർത്ഥിനി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ്. പ്രതി ആലൻ ബെന്നിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന സാഹചര്യങ്ങളും എങ്ങനെ നടപ്പിലാക്കി എന്ന രീതിയും വരെ പ്രതി വിശദീകരിച്ചു. ഒഴിഞ്ഞ പറമ്പിലെ മൺകൂനയ്ക്ക് പിന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പ്രതി മൊഴി നൽകിയത്. പെൺകുട്ടിക്ക് തന്നോടുള്ള അടുപ്പം കുറയുന്നുവെന്നും വേറെ കൂട്ടുകെട്ടുണ്ടെന്നുമുള്ള സംശയത്തെ തുടർന്നുള്ള വാക്കേറ്റമാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമായി മാറിയത്. പെൺകുട്ടി പഠിച്ച ബംഗളൂരുവിലെ കോളേജിൽ പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതിയെ 9 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകിയത്. സംഭവത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി കാലടി ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പള്ളി പ്രതികരിച്ചു. ഡിസംബർ 9-നാണ് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളായ ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ചിത്രപ്രിയയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ സംഭവം കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ആൺ സുഹൃത്ത് പെൺകുട്ടിയുടെ ജീവനെടുത്തത് തലയിൽ 22 കിലോ ഭാരമുള്ള കല്ലെടുത്തിട്ടാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകം നടത്തിയ രീതിയാണ് അലൻ പോലീസിന് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. ചിത്രപ്രിയയെ കൊലപ്പെടുത്തുവാൻ മുൻപ് താൻ ശ്രമിച്ചതായും കൊലപാതകത്തിന് ശേഷം വേഷം മാറി രക്ഷപ്പെട്ടുവെന്നുമാണ് അലൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. കാലടി പുഴയിലേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ചിരുന്നതായും അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. ബംഗളൂരുവിൽ ഏവിയേഷൻ ഡിഗ്രി പഠിക്കുകയായിരുന്ന ചിത്രപ്രിയ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലെത്തിയതിനു പിന്നാലെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് കുടുംബം പ്രതികരിച്ചിരുന്നു. അലനുമായി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചിത്രപ്രിയ ഫോൺ എടുക്കാത്തതിനെ ചൊല്ലി സംശയം നിലനിന്നിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ അലൻ നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയതാണ്. ബംഗളൂരുവിൽ ചിത്രപ്രിയ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ അവൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് താൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയതെന്നും അലൻ പോലീസിന് മൊഴി നൽകി. ബിരുദ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ മരിച്ചത് രാത്രി 8 മണിയോടെ ആകാമെന്നാണ് ബന്ധു ശരത്ലാൽ പ്രതികരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പുറത്തുവിട്ട വീഡിയോയിൽ ചിത്രപ്രിയയില്ല. ആ വീഡിയോയിൽ ഉള്ളത് ആരാണെന്നും ആ സമയത്ത് എന്തിനാണ് അവർ വന്നതെന്നും കണ്ടെത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ തെറ്റായ നിരീക്ഷണം കാരണം 3 ദിവസം പഴക്കമുള്ള മൃതശരീരമാണ് കുടുംബത്തിന് ലഭിച്ചതെന്നും വീഡിയോ സന്ദേശത്തിൽ ശരത്ലാൽ പ്രതികരിച്ചിരുന്നു. ചിത്രപ്രിയയുടെ സുഹൃത്ത് കൊറ്റാമം കുറിയയുടെ അലൻ ബെന്നിയെ കാലടി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും മദ്യലഹരിയിൽ ചിത്രപ്രിയയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് അലൻ പോലീസിന് നൽകിയ മൊഴി. ചിത്രപ്രിയ രാത്രി സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതാണ് പോലീസ് പുറത്തുവിട്ടിരുന്ന CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യത്തിലുള്ളത് ചിത്രപ്രിയ അല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ബന്ധു ശരത്ലാൽ പിന്നീട് വീഡിയോയിൽ പ്രതികരിക്കുകയായിരുന്നു. ഇതിന് താഴെ കമന്റായി വീഡിയോയിലുള്ളത് താനും ഭർത്താവും സുഹൃത്തുക്കളുമാണെന്ന് ഒരു യുവതി കമന്റ് വിട്ടിരുന്നു. വീഡിയോ സംബന്ധിച്ച് പോലീസ് പ്രതികരിച്ചില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങൾ അവളുടെ വീട്ടിലുണ്ട്. തിരച്ചിൽ നടത്തിയതും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതും ഞങ്ങളാണ്. ചടങ്ങുകൾ വൈകിട്ടോടെയാണ് കഴിഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ കുടുംബത്തെപ്പറ്റി മോശമായ കമന്റുകൾ വരുന്നു. കുടുംബം ഈ ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ പല കാര്യങ്ങളിലും കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ ബൈക്കിലുള്ള ദൃശ്യത്തിൽ ചിത്രപ്രിയ അല്ല ഉള്ളത്. അത് വേറെ ഏതോ ആൾക്കാരാണ്. ആ വീഡിയോയിലുള്ളവർ ആരാണെന്നും ആ സമയത്ത് എന്തിനാണ് വന്നതെന്നും കണ്ടെത്തണം. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുട്ടി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. കുട്ടി ഒളിച്ചോടി പോയതാണെന്ന് ഞങ്ങൾ കരുതി. പോലീസിന്റെ തെറ്റായ നിരീക്ഷണം കാരണം ഞങ്ങൾക്ക് 3 ദിവസം പഴക്കമുള്ള മൃതശരീരമാണ് ലഭിച്ചത്. സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകളടക്കം കമന്റുകളും തെറ്റാണ്. CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടിയില്ല, അതുറപ്പാണ്. രാത്രി 1:30-ക്കും പുലർച്ചെയുമുള്ള വീഡിയോ ആണ്. അതിലൊന്നും ഈ കുട്ടി ഉണ്ടായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാത്ത സാഹചര്യത്തിൽ മോശം കമന്റുകൾ ചെയ്യരുതെന്നും ഈ വീഡിയോയിലൂടെ ശരത്ലാൽ ആവശ്യപ്പെട്ടിരുന്നു.